ഒരാൾ തലയിടിച്ച് വീഴുമ്പോൾ അയാളുടെ ഇടിച്ച ഭാഗത്ത് മാത്രമായിരിക്കുമോ ഇഞ്ചുറി ഉണ്ടാവുന്നത്? എന്നാൽ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. തലയിടിച്ച് വീണിട്ടുണ്ടാവുന്ന ബ്രെയിൻ ഇഞ്ചുറികൾ 2 തരത്തിലാണുള്ളത്: കൂപ്പ് ഇഞ്ചുറി ആൻഡ് കോൺട്രാ കൂപ്പ് ഇഞ്ചുറി. ഉദാഹരണത്തിന്, നെറ്റിയിടിച്ച് വീണയാളുടെ ബ്രെയിനിൻ്റെ മുമ്പിലത്തെ ഭാഗത്ത് ഇഞ്ചുറി ഉണ്ടാവുന്നു. എന്നാൽ തലയിടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബ്രെയിനിന് ഇഞ്ചുറി സംഭവിക്കുന്നതിനെ കോൺട്രാ കൂപ്പ് ഇഞ്ചുറി എന്ന് പറയുന്നു. കൂപ്പ് ഇഞ്ചുറിയെ വെച്ച് നോക്കുമ്പോൾ കോൺട്രാ കൂപ്പ് ഇഞ്ചുറിക്കാണ് കൂടുതൽ അപകട സാധ്യതയുള്ളത്. കാരണം എന്തെന്നാൽ, നമ്മുടെ തലയ്ക്കുള്ളിൽ CSF അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. CSFനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ലെസ് ഡെൻസർ ആണ്. ആയതിനാൽ ഇടിയുടെ ആഘാതത്തിൽ CSF ഇടിച്ച ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ബ്രെയിൻ എതിർ ദിശയിലേക്ക് നീങ്ങാനും ഇടിക്കാനും ആ ഭാഗത്ത് ഡാമേജോ ഹെമറേജോ ഉണ്ടാകാനുമുള്ള സാധ്യത ഏറെയാണ്. ഹൈ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് ഉണ്ടാകുന്ന മോട്ടോർ ആക്സിഡൻസിൽ കൂടുതലും കോൺട്രാ കൂപ്പ് ഇഞ്ചുറീസ് ആണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. കൂപ്പ് ആൻഡ് കോൺട്രാ കൂപ്പ് ഇഞ്ചുറീസ് കാരണം നമുക്ക് വളരെയധികം സിംറ്റംസ് ഉണ്ടാവാം. അതിൽ ചിലതാണ് കൺഫ്യൂഷൻ, തലചുറ്റൽ, തലവേദന, നോസിയ, ഛർദി, മെമ്മറി ലോസ്, പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി, മൂഡ് ചേഞ്ചസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ സിവിയർ കേസുകളിൽ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സും സീഷേഴ്സും ഡിഫിക്കൽട്ടി ഓഫ് സ്പീക്കിങ്ങും വരെ ഉണ്ടാവാം. അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.